50 വർഷത്തോളം കരിക്കോട്ടഗിരി സെൻറ് തോമസ് ചർച്ചിലെ കൊയറിൽ അംഗമായിരുന്നു, ഗായകനായിരുന്നു. ഹാർമോണിയം, വയലിൻ എന്നിവ ഉപയോഗിച്ചിരുന്നു. എൻ്റെ ഫാദർ വയലിനിസ്റ്റായിരുന്നു. പള്ളിയിലെ സുറിയാനി ക്രമം നമ്മുടെ പള്ളികളിൽ ഉണ്ടായിരുന്ന കാലത്ത് തന്നെ വയലിനിസ്റ്റായിരുന്നു. അദ്ദേഹമാണ് എന്നെ ഈ ഫീൽഡിലേക്ക് നയിച്ചത്. അതിനുശേഷം മലയാളത്തിൽ നമ്മളുടെ കുർബാനയും മറ്റ് ഉദാശകളുമൊക്കെ മാറ്റം വരുത്തിയപ്പോൾ അന്ന് ഞങ്ങൾ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വന്ന ഒരു നടയിൽ, ഫാദർ നടയിൽ ബേബി ജോൺ ഭാഗവതർ, ബേബി എന്നിവർ 3 ആളുകൾ വന്ന് ഓരോ ഫൊറോനകൾ തോറും ഈ പുതിയ ഗാനങ്ങൾ, പുതിയ മലയാളത്തിലുള്ള ക്രമങ്ങൾ പഠിപ്പിച്ചിരുന്നു. അന്ന് ആദ്യമായി എടൂർ ഫൊറോനയിൽ ഞങ്ങൾ കരിക്കോട്ടഗിരി ചർച്ചിൽ നിന്നും ഞങ്ങൾ 2 പേർ, ബേബി എന്ന ഗായകനും ഒയെ ബേബി എന്ന ഗായകനും ഞാനും പോയി പുതിയ ഗാനങ്ങൾ പഠിച്ച് അടുത്ത പള്ളികളിൽ മറ്റുള്ള ഗായക സംഘത്തെ അഭ്യസിപ്പിക്കുകയും അങ്ങനെ മലയാളത്തിലാകുകയും ചെയ്തു. ആദ്യമായി സുറിയാനി കുർബാനയിൽ തബല എന്ന ഉപകരണം ഉപയോഗിച്ചതും തലശ്ശേരി ഡയസസിൽ കരിക്കോട്ടഗിരി ചർച്ചിൽ ആയിരുന്നു. 1970-78 കാലഘട്ടങ്ങളിൽ ചർച്ച് കൊയറിൽ ഗാനങ്ങൾ അവതരിപ്പിക്കാൻ ആകാശവാണിയിൽ അവസരം കിട്ടി. കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ ഞങ്ങളുടെ പള്ളിയിൽ നിന്നും, കരിക്കോട്ടഗിരി പള്ളിയിൽ നിന്നും ഞങ്ങൾ 6-7 പേരടങ്ങുന്ന അംഗങ്ങളടങ്ങുന്ന ടീം 11 പ്രാവശ്യം റെക്കോർഡിങ്ങിന് സംബന്ധിച്ചു. ഒരു ദിവസത്തെ റെക്കോർഡിങ്ങിൽ 6 ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരുന്നത്. അതും സ്വന്തമായി എഴുതുകയോ സംവിധാനം ചെയ്യുകയോ ചെയ്യേണ്ടിയിരുന്നു. അത് ഒയെ ബേബി എന്ന ഗായകനും ഞാനും കൂടി ചെയ്തിരുന്നു. അങ്ങനെ 11 പ്രാവശ്യം ആകാശവാണിയിൽ കരിക്കോട്ടഗിരി സെൻറ് തോമസ് ചർച്ചിൻ്റെ പേരിൽ ഭക്തിഗാനങ്ങൾ അവതരിപ്പിക്കാൻ ഭാഗ്യമുണ്ടായി. അതിന് നേതൃത്വം തന്നത് ഫാദർ CMI ഫാദർ തോമസ് തുണ്ടത്തിൽ ആണ്. ഞങ്ങളുടെ ഗായക സംഘത്തിൽ ആദ്യം ഹാർമോണിയം വായിച്ച് പാടുകയായിരുന്നു ഞാൻ. മറ്റുള്ളവർ ഗിറ്റാർ, തബല, ഫ്ലൂട്ട് എന്നിവ ഞങ്ങൾ ഉപയോഗിച്ചിരുന്നു. അതിൽ ഞങ്ങളുടെ തബലിസ്റ്റ് സോളമൻ ആശാൻ എന്ന് ഞങ്ങൾ വിളിക്കുന്ന CI സോളമൻ ആയിരുന്നു. ഗായകൻ ഒയെ ബേബി, അതുപോലെ ഫീമെയിൽ വോയിസ് ഒരുപിടി കുട്ടികൾ ഉണ്ടായിരുന്നു. ജെസ്സി, ലീലാമ്മ, തങ്കമ്മ എന്നിവർ ഭംഗിയായി ആലപിച്ചിരുന്നു. രണ്ടായിരത്തിൽ ഞാനൊരു സാധാരണ ഒരു പള്ളിയുടെ മോഡൽ ഈ തെരുവക്കമ്പുകൾ ഉണ്ടാക്കിയായിരുന്നു. അത് വളരെ വിജയമാണെന്ന് തോന്നുകയും ചെയ്തു. അത് മാധ്യമങ്ങളൊക്കെ വരികയും ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ എന്നോട് അന്നത്തെ തോണിപ്പാറച്ചൻ പറഞ്ഞു, ഈ പള്ളി ഒന്ന് ശ്രമിച്ച് നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഇത് ഭയങ്കര റിസ്ക്കാണെന്ന് എനിക്ക് തോന്നുകയും ചെയ്തു. എന്നാൽ തന്നെ എൻ്റെ പേരും തോമസ് ലിയ പേരുടെ പള്ളിയാണെന്ന് തോന്നി. അപ്പോൾ ഞാൻ ആരംഭിച്ചു. അപ്പോൾ അതിനിടയ്ക്ക് എനിക്കൊരു ദിവസം ഇങ്ങനെ ഷട്ടിൽ കളിക്കുമ്പോൾ കാലിന് പരിക്ക് പറ്റി 1 മാസം ഇരിക്കേണ്ടി വന്നു. ആ ഒരു ചാൻസ് ഞാൻ അതിനുവേണ്ടി ഉപയോഗിച്ചു. അങ്ങനെ പുല്ല് പോലെയുള്ള ഈ തെരുവക്കണ എന്ന് പറഞ്ഞ സാധനം എടുത്ത് 2452 കഷ്ണം കമ്പുകൾ കൊണ്ട്
ഈ പള്ളിയുടെ ഏതാണ്ട് 90% എനിക്ക് അതുപോലെ ചെയ്യാൻ കഴിഞ്ഞു. ഈ പള്ളിയെ മൊത്തം അളന്നിട്ട് അതിനെ പെരുക്കി കുറച്ച്, അപ്പോൾ അതിൻ്റെ ജനലുകളുടെ എണ്ണം, പിന്നെ ഏതാണ്ട് തുളകളുടെ എണ്ണമൊക്കെ ഏതാണ്ട് അതുപോലെ തന്നെ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു. അത് ഭയങ്കരമായ ഒരു ദൈവാനുഗ്രഹമെന്നും തോമാശ്ലീഹയുടെ ഭയങ്കര ദൈവാനുഗ്രഹമാണെന്ന് തോന്നി. അതിന് 12 വർഷമായി ഇപ്പോഴും അതിനൊരു കംപ്ലയിൻറ്റ് പോലും ഇല്ലാതെ ഇപ്പോഴും നല്ല ഫിനിഷിങ്ങിൽ നിൽക്കാൻ ആയിട്ടുണ്ട്. ഈ പള്ളി ഞാൻ ഈ തിരുവക്കമ്പള്ളി ഈ പള്ളിയുടെ മോഡൽ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ 12 വർഷം കഴിഞ്ഞു. അപ്പോൾ ഇനി അതിനുശേഷം ഈ പള്ളി ഇപ്പം ഒറിജിനൽ പള്ളിയുടെ 2 ഭാഗങ്ങൾ കൂടിച്ചേർത്തിട്ടുണ്ട്. അപ്പം ആദ്യമേ ഇല്ലായിരുന്നു ഈ ഫ്രണ്ടിലെ പോർട്ടിക്കോ, അത് ഞാൻ കൂടിച്ചേർത്താണ്. ഇപ്പോൾ ഇനി 2 സൈഡിലേക്കുള്ള ആ ഭാഗങ്ങൾ കൂടിച്ചേർക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ആ പണിയിൽ ആരംഭിക്കാൻ തുടങ്ങുകയാണ്. കാരണം ഈ വേനൽക്കാലത്ത് മാത്രമേ ഈ കമ്പുകൾ കിട്ടുള്ളൂ. അപ്പം അത് കിട്ടിയ അന്നേരം അതിൻ്റെ പണി പൂർത്തിയാക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ബഹുമാന്യ സദസ്സിന് വന്ദനം. മകരമാസത്തിലെ മരം കോച്ചി തണുപ്പ് എത്താറായി. മുറ്റത്തും പറമ്പിലും മഞ്ഞിലയിൽ കുളിച്ച് തലയാട്ടി നിൽക്കുന്ന പച്ചപ്പ്. ദേ നിലാവുള്ള ഈ രാത്രിയിൽ നമ്മുടെ അബ്രഹാം വല്യപ്പൻ കൂടാരത്തിൽ നിന്ന് നക്ഷത്രങ്ങളെ എണ്ണുന്നു. 1, 2, 3, 4. ഹ എന്തൊരു വിട്ടിത്തമല്ലേ. അതെ, കഴിഞ്ഞ ദിവസം ദൈവം അബ്രഹാം വല്യപ്പനെ എന്തോ അറിയിച്ചിട്ടുണ്ട്. അതായിരിക്കും ഈ കാണുന്ന സന്തോഷം. തൻ്റെ സന്തോഷം അപ്പച്ചന് അടക്കാൻ കഴിഞ്ഞില്ല. ഈ സന്തോഷ വാർത്തയുണ്ടല്ലോ നമ്മുടെ അപ്പച്ചൻ സാറാ അമ്മച്ചിയെ അറിയിച്ചു. 2 പേർക്കും വലിയ സന്തോഷമായി. ഈ പ്രായം കഴിഞ്ഞ നമുക്കോ നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടു. അങ്ങനെ അവർ സന്തോഷിച്ച് ജീവിക്കുമ്പോഴാണ് ദൈവം പറഞ്ഞ വാഗ്ദാനം നിറവേറിയത്. ദൈവം പറഞ്ഞ സമയത്തുണ്ടല്ലോ അവർക്ക് സുന്ദരനായ ഒരു പുത്രൻ ജനിച്ചു. അവരെന്താണെന്നോ ഈ പുത്രന് പേരിട്ടത് ഈസഹാക്ക്. ഈ പേരിനൊരർത്ഥമുണ്ട്, അവൻ ചിരിപ്പിച്ചു. അങ്ങനെ അവർ സന്തോഷിച്ച് ജീവിക്കുമ്പോഴാണ് ഒരു ദിവസം ദൈവം അബ്രഹാമിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത്, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകപുത്രനായ ഇസ്ഹാക്കിനെ മോറിയ ദേശത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുക. അവിടെ ഞാൻ കാണിച്ചു തരുന്ന മലയിൽ വെച്ച് നീ എനിക്ക് അവനെ ദഹനബലിയായി അർപ്പിക്കണം. ഒരു നിമിഷം അബ്രഹാം സ്തബ്ധനായി നിന്നുപോയി. കർത്താവേ, അങ്ങ് എന്താണ് ഈ പറയുന്നത്? അവനെ കണ്ട് ഞാൻ കൊതി തീർന്നില്ലല്ലോ. എങ്കിലും ദൈവകൽപ്പന അനുസരിക്കാൻ തന്നെ നമ്മുടെ അപ്പച്ചൻ തീരുമാനിച്ചു. അപ്പച്ചൻ രാവിലെ എഴുന്നേറ്റ് മകനെ കുളിപ്പിച്ചൊരുക്കുന്നത് കണ്ടപ്പോൾ സാറാ അമ്മച്ചി ചോദിച്ചു, വേലക്കാരുണ്ടല്ലോ കൂട്ടിന്, പിന്നെ എന്തിനാ മോനെയും കൂടെ കൊണ്ടുപോകുന്നത്? അമ്മച്ചി ഒന്നും അറിയിക്കാതെ അപ്പച്ചൻ പറഞ്ഞു, അവനും കൂടെ പോരട്ടെ, എല്ലാം കണ്ട് പഠിക്കാമല്ലോ. അങ്ങനെ അവർ ദൈവം കാണിച്ചു തന്ന മലയിലേക്ക് യാത്രയായി. കത്തിയും തീയും അബ്രഹാം തന്നെ എടുത്തു. വിറക് മകൻ ഇസ്ഹാക്കിൻ്റെ ചുമലിൽ വെച്ചു കൊടുത്തു. അങ്ങനെ അവർ ദൈവം കാണിച്ചു തന്ന മലയിലെത്തി. അവിടെ അബ്രഹാം ഒരു ബലിപീഠം പണിതു. ഇസ്ഹാക്ക് അതിനു ചുറ്റും ചുറുചുറുക്കോടെ ഓടി നടന്നു. പെട്ടെന്ന് അബ്രഹാം ഇസ്ഹാക്കിനെ ബന്ധിച്ച് വിറകിന് വീതെ കിടത്തി. പിടയുന്ന മനസ്സോടെ ദഹനബലിയായി കത്തി ഉയർത്തിയതും ദൈവം അയച്ച ദൂതൻ ആകാശത്ത് നിന്ന് കുട്ടിയുടെ മേൽ കൈ വെക്കരുതെന്ന് പറഞ്ഞതും ഒരുമിച്ചായിരുന്നു. പെട്ടെന്ന് അബ്രഹാം തലമുക്കി നോക്കിയപ്പോൾ മുൾച്ചൊടിയിൽ കൊമ്പൊടുക്കി കിടക്കുന്ന മുട്ടാടിനെ കണ്ടു. അബ്രഹാം തൻ്റെ മകന് പകരം അതിനെ ദഹനബലിയായി അർപ്പിച്ചു. സെപ്റ്റംബർ 3 നമ്മൾ അബ്രഹാം ഇസ്ഹാക്കിനെ ബലിയർപ്പിക്കാൻ പോയ ഓർമ്മദിനം ആചരിക്കുന്നുണ്ടല്ലോ. അന്ന് ദൈവം അയച്ച ദൂതൻ അബ്രഹാമിനോട് ഒരു ഉടമ്പടി നൽകി. നിന്നെ ഞാൻ അനുഗ്രഹിച്ചിരിക്കുന്നു. നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹമായിരിക്കും. നീ ഒരു അനുഗ്രഹമായിരിക്കും. മാലാഖ നിങ്ങൾ ഓരോരുത്തരെയും നോക്കി പറയുന്നു, നിങ്ങളും ഒരു അനുഗ്രഹമായിരിക്കും. നന്ദി. ജയ് ക്രൈസ്റ്റ്. ആയിരത്തി 1949 ഇവിടെ വന്നു. ഇവിടെ മുണ്ടിയാറുമ്പിൽ ഇവിടെയും കൂടിയാണ് സ്ഥലമെടുത്ത് മുണ്ടിയാറുമ്പിൽ താമസമാക്കി. അസുഖങ്ങളൊക്കെ മിക്കവാറും പനി പിടിക്കാത്ത ആൾക്കാരില്ല. മലമ്പനി അത് ഒരാഴ്ച 2 ആഴ്ചയൊക്കെ പനിച്ച് അന്ന് ഇവിടുന്ന് പോയെന്നാൽ ഇരുട്ടി പോകണം. ഇരുട്ടിയിലൊരു കമ്പൗണ്ടറുണ്ട്. ആ കമ്പൗണ്ടറെ എടുത്ത് അവിടെ ചെന്ന് 6 നേരത്തെ മരുന്ന് തരും. അത് കുടിക്കും. 1 നേരത്തിന് ചിലപ്പം ശമനം വരും. കൃഷി മുഖ്യമായ കൃഷി നെല്ലായിരുന്നു. നെല്ല് ഇഷ്ടം പോലെ ഉണ്ടാവുമായിരുന്നു. ഈ വനം വെട്ടി അതിന് കപ്പയിടാൻ തുടങ്ങി. കപ്പയും നന്നായിട്ടുണ്ടാവുമായിരുന്നു. പിന്നെ കുറേശ്ശെ ദേവണ്ണങ്ങൾ നമ്മുടെ നാട്ടിലുള്ള പോലെ കൊടി, തെങ്ങ് ഇതൊക്കെ വെച്ച് പിടിപ്പിച്ച്
അന്ന് ടൗണ് കരിക്കോട്ടക്കരി ആർക്കും വേണ്ടാതെ കിടന്ന സ്ഥലമാണ്. ഒരു മനുഷ്യർക്കും വേണ്ടാഞ്ഞു. അവിടെ അത് വെറുതെ കിടക്കുമ്പോഴാണ് ഇവിടെ വന്ന് സ്ഥലമെടുത്തത്. അതിലൂടെ നടക്കുമ്പം ഒരു സൗണ്ട് ഉണ്ടായിരുന്നു, ബൂം എന്നൊരു ഒച്ച. അപ്പോൾ ഇത് അടി പാറയാണെന്നും പറഞ്ഞ് ആർക്കും വേണ്ട, ആരും എടുക്കുന്നില്ല. അങ്ങനെ ഇത് ഞങ്ങളുടെ നാട്ടുകാർ തന്നെ വന്ന് ആ സ്ഥലം എടുത്തു. ആ സ്ഥലമായപ്പോൾ കരിക്കോട്ടക്കരി ടൗണായിട്ടുള്ളത്. പാളത്തൊപ്പി പിന്നെ എൻ്റെ ചെറുപ്പം മുതലേ ഇത് ഉള്ളതാണ്. ഇപ്പം അങ്ങനെ മറ്റേ പള്ളിക്ക് പോകുമ്പോൾ വരെ ഇത് ഇട്ടുകൊണ്ട് പോകുമായിരുന്നു. അത് പാളത്തൊപ്പി പാള പൊളിച്ച് പിന്നെ കുത്തി ശരിയാക്കി തലയിലിട്ടുന്നാലേ പിന്നെ ഈ വേനക്ക് ഈ തുണി തലയിൽ കെട്ടുന്നതിനേക്കാളും പിന്നെ ആവി കുറവുണ്ട് ഇതിനെ. വലിയ ആവി ഉണ്ടാവുകയില്ല, ചൂട് കുറവുണ്ട്. അങ്ങനെയായി പാളത്തൊപ്പി. ഇത് കൂട്ടുണ്ട്. അല്ലാതെ പിന്നെ ഈ ഇങ്ങനെ മൂലയായിട്ടുള്ള ഇങ്ങനെ അല്ലാത്തത് വട്ടത്തൊപ്പിയായിട്ട് ഇങ്ങനെ മൂടി വെക്കുന്നു. ഇത് പിന്നെ അന്നൊക്കെ ഈ ഫാനും ഒന്നുമില്ല. അത് കാരണം കൊണ്ട് ഈ പാള കണ്ടിച്ചിട്ട് ഇങ്ങനെ വീശുപാളയാക്കിയിട്ട് ഇതുകൊണ്ടാണ് പിന്നെ വീശുന്നത്. ഈ ഭയങ്കര ചൂടായിട്ടുള്ള അന്നേരം വളരെ സുഖം കിട്ടും. ഉറങ്ങാനാണേലും പറ്റും. മറ്റേ ഉറങ്ങാൻ പറ്റിയല്ല ഈ ചൂട് കാരണം കൊണ്ട്. അങ്ങനെയാണ് ഈ പാള ഉണ്ടാക്കിയത്. ആദ്യം ഇവിടെ വന്നപ്പം പള്ളി ഇല്ലായിരുന്നു. പിന്നെ എല്ലാവരും കൂടി എടൂരൊരു ഷെഡ് കെട്ടി പള്ളിയാക്കി. കല്യാണം കഴിഞ്ഞ് 3 കുട്ടികളായപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് പോകുന്നത്. സാഹചര്യം അവിടെ സ്ഥലക്കുറവ്, ഇവിടെ വിലക്കുറച്ചും സ്ഥലം കൂടുതൽ കിട്ടും. കണ്ടമാണെന്നും പറഞ്ഞുകൊണ്ടാണ് പോകുന്ന നിലം. അവിടെ ഞങ്ങളുടെ നാട്ടിൽ നിലമില്ല. ഇവിടെ വന്നപ്പോൾ നിലമാണെന്നും പറഞ്ഞ് ഞങ്ങൾ വരുമ്പോൾ ഇഷ്ടം പോലെ ഈ കാട്ടാനയും പന്നിയും കുളിച്ച് അപ്പടി ചേറും വെള്ളവും അവിടെയല്ല, നിരപ്പ് സ്ഥലമായതുകൊണ്ട്. അപ്പം ഞങ്ങൾ കുറച്ച് വെള്ളം ഇഷ്ടം പോലെ നിലമാക്കാമെന്ന് നോക്കുമ്പം ഓരോ വനം വെച്ച് വന്ന് കത്തിക്കും തോറും ഈ വെള്ളം പറ്റി പോവുക. പിന്നെ കരഭൂമിയായിട്ടങ്ങ് തീർന്നു. മരമെല്ലാം വെട്ടി ഒരു 10 25 വണ്ണമുള്ള മരമൊക്കെ വെട്ടി തീയിട്ട് ആഴി കറ്റുക. ഉണങ്ങിക്കഴിഞ്ഞിട്ട് തീ കൊടുക്കും. അത് ചിലപ്പോൾ ഒരാഴ്ച 2 ആഴ്ച 1 മാസമൊക്കെ കഴിഞ്ഞിട്ട് ആ തീ കെട്ട് തീരുള്ളൂ. ആ മരം തീരുമ്പോഴാണ് ആ തീയും കെട്ടുന്നത്. അതുവരെയും കത്തിക്കൊണ്ടിരിക്കും. ആളിക്കത്തുമല്ല, നീറി കത്തിക്കൊണ്ടിരിക്കും. ആന ഞങ്ങൾ വരുമ്പോൾ ഇല്ല, കടുവയുണ്ട്. അന്നേരം നമുക്ക് ഈ കന്നിക്കാരി ഇല്ലല്ലോ. പിന്നെ അല്ലേ അന്നേരത്തേന് കടുവയൊക്കെ മാറി. കടുവ വല്ല കാലത്തേ വരുള്ളൂ. പിന്നെ കുരങ്ങ ഇഷ്ടം പോലെ ഉണ്ട്. കടുവനെ നേരിട്ട് കണ്ടിട്ടുണ്ട്. നമ്മളീ പട്ടിയെ പോലെ വാല് താത്ത, പട്ടിയുടെ വാല് വളഞ്ഞാണല്ലോ ഇരിക്കുന്നത്. ഇവരുടെ വാല് നേരെ താന്ന് കിടക്കും. പൊക്കി പിടിക്കുമെന്ന് നമുക്കറിയത്തില്ലല്ലോ. പന്നി ഉപദ്രവിച്ചിട്ടുണ്ട്, ഓടിക്കും. കാട്ടുപന്നി തട്ടിക്കളയും, കീറിയൊക്കെ പോകും. ശരീരം മുഴുവൻ കീറുകയൊക്കെ ചെയ്യും, മുറിഞ്ഞ്. അതിന് ഇത്ര നീളത്തിൽ പല്ല് പുറത്തോട്ടാണല്ലോ നിൽക്കുന്നത്. അത് തേറ്റായെന്ന് പറയും. അതുകൊണ്ട് തട്ടും. അന്നേരം ഓടി മാറും, നടക്കാമെങ്കിൽ ഓടി നടന്നു മാറും. ഈ മാസക്കൂട്ടം എന്ന് പറഞ്ഞ് ഒരു 10-20 വീട്ടുകാർ കൂടി മാസത്തിലൊരു പ്രാർത്ഥനയും ഒരു സദ്യയും ഒക്കെ ആയിട്ട് നടന്നു. നാട്ടിൽ നിന്നൊക്കെ വന്നവരൊക്കെ ഈ വിളക്കം കൊണ്ട് നാട്ടിൽ നിന്ന് വന്നവരുണ്ട്. പാത്രവും ഒക്കെ ആയിട്ട് വണ്ടിക്ക് വന്നവരുണ്ട്. ഓട്ടുകളൊക്കെ കൊണ്ടുവരും. ഈ മണ്ണെണ്ണ മേടിച്ച് തിരി കത്തിക്കും. ഇവിടെ വന്ന് പാഷയ്ക്കാണ് കുറച്ച് ബുദ്ധിമുട്ടിയത്. മലബാറിൽ വന്ന്
മണ്ണെണ്ണ ഒന്ന് എന്ന് വെച്ചാൽ അവർക്കറിയില്ല. എന്താ ചേട്ടാ എന്ന് ചോദിക്കും. ചിമ്മണി എണ്ണ എന്ന് പറയും. പിന്നെ പത്തൽമുളക് ഒന്ന് ചോദിച്ചാൽ എന്താ ചേട്ടാ പറങ്കി എന്ന് ചോദിച്ചാൽ പത്തൽമുളക് തരും. ഇവിടെ മങ്കടം, നമ്മൾ വെള്ളം ചുമക്കുന്ന മങ്കടമില്ലേ, കുടം എന്ന് പറയും നമ്മൾ മലയാളികൾ. അവരോട് കുടവും ഈ കുടത്തിന് എന്നാ വിലയെന്ന് ചോദിച്ചാൽ അവർ തല്ലും, അല്ലെങ്കിൽ തെറി പറയും.
ഈ സൈക്കിളാണ് 5 വെള്ളി മെഡലാണ്. ഇത് 2ാം സ്ഥാനമാണ്. ദേവാലയ തിരുമുറ്റത്തു നിന്നവൻ നീർമിഴിയോടെ